എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, മിക്ക സിനിമകളും റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് കാരണം? സിനിമകൾ മനുഷ്യൻ്റെ വിനോദത്തിന് ഭൂഷണമായി കൂടിയിട്ടു പതിറ്റാണ്ടുകൾ കടന്നു. എഡിൻ എസ് പോർട്ടർ എന്ന മഹാരഥൻ കഥാചിത്രങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച നാൾ മുതലാണ് സിനിമ അതിൻ്റെ ശൈശവത്തിൽ നിന്നിട്ട് ഇരുകാലുകളിൽ നിൽക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ ഒരു കലയുടെയും ലോക സമ്പദ്ഘടനയ്ക്ക് കൈത്താങ്ങ് നൽകാൻ പ്രാപ്തമായ ഒരു വ്യവസായത്തിൻ്റെയും വളർച്ച ദ്രുതഗതിയിലായി. നാട്ടിലെങ്ങും സിനിമാ കൊട്ടകൾ ഉയർന്നു. സിനിമ മാലോകർക്ക് ഉത്സവമായി. വെള്ളശീലയിൽ അന്നൊക്കെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് കുടിയേറി. ആഘോഷങ്ങൾക്കും ഒത്തുകൂടലുകൾക്കും മാത്രം തൻ്റെ കാത്തിരിപ്പുകൾ മാറ്റി വയ്ക്കാറുള്ള മനുഷ്യൻ ഓരോ സിനിമയുടെയും റിലീസ് നാളുകൾ പോലും മനഃപ്പാടമായ ദിനങ്ങൾ സന്നിഹിതമാകാനായിട്ട് വലിയ താമസമുണ്ടായില്ല. റിലീസ് ദിനങ്ങൾ പൂരത്തിന് സമാനമാകുമ്പോൾ അതിന് വേദിയിരിക്കുന്ന ദിവസങ്ങൾ പൊതുവെ വെള്ളിയാഴ്ചയായിട്ടാണ് കണ്ടുവരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നത്? അതിനൊരു പ്രത്യേകമായ ഉത്തരം നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ ഒട്ടനവധി കാരണങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. വസ്തുതകൾ, അതായത് യഥാർത്ഥ വസ്തുതകൾ വിശ്വാസങ്ങൾക്കാണ് ഇവിടെ നമ്മളെ സഹായിക്കാനാകുന്നുവെന്ന് തോന്നുന്നത്. അതായത് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നതിന് പിന്നിൽ ഓരോ കഥകളുണ്ട്. നമുക്ക് ഓരോ കഥകളായിട്ട് നോക്കാം എന്താണ് അതിൻ്റെ കാരണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിശ്വാസങ്ങളാണ് പലപ്പോഴും വിജയങ്ങളാണ് പലപ്പോഴും വിശ്വാസങ്ങൾക്ക് അടിത്തറ നൽകുന്നത്. വിജയിയായ ഒരുവന്റെ പ്രയത്നത്തെ പറ്റി ചിന്തിക്കാതെ അവന് വിജയം നൽകിയ പശ്ചാത്തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന് വേരുറച്ചു നിൽക്കുവാനാകുന്നു. അതായത് വെള്ളിയാഴ്ച സിനിമകളുടെ ചരിത്രം നമുക്ക് നൽകുന്നതും അതുപോലൊരു തുടക്കമാണ്. ലോക സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയ ചിത്രമായ ഗോൺ വിത്ത് ദ വിൻഡ് ആണ് വെള്ളിയാഴ്ച റിലീസിന് തുടക്കം കുറിക്കുന്നത്. 1939 ഡിസംബർ 15 വെള്ളിയാഴ്ചയാണ് ആ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര വിജയമായിരുന്നു. മോഹിപ്പിക്കുന്ന വിജയം ആണ് ആ സിനിമ നൽകിയത്. അതിനെ പിന്തുടർന്നിട്ടാണ് വെള്ളിയാഴ്ച റിലീസുകൾക്ക് കാരണമായത്. നമ്മൾ ഇതിന് അനുവാദമായിട്ട് വേറൊരു കഥ പറയുമ്പോൾ ഒരു തമിഴ് ചിത്രം നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ചിന്നത്തമ്പി എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഉള്ളടക്കത്തിൽ നല്ല സിനിമ ആയതുകൊണ്ടാണ് അത് വെച്ചിട്ട് ആ ചിന്ന പേര് വെച്ചിട്ട് എത്രയോ സിനിമകൾ, ചിന്നക്കുഴന്തൈ, ചിന്ന കൗണ്ടർ, അങ്ങനെ ചിന്ന വെച്ചിട്ട് അതിന് ശേഷം കുറേ തമിഴ് സിനിമകൾ വന്നു. അതായത് ചിന്നത്തമ്പി എന്ന സിനിമ വിജയിച്ചതോടുകൂടി ചിന്ന വെച്ചിട്ട് നമുക്കെല്ലാം കാണുക. അതുകൂടാതെ മലയാളത്തിലൊക്കെ നമ്മൾ നോക്കിയാലാണ് ഏതെങ്കിലും ഒരു നടിയെ ഒരു സംവിധായകൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കഥാപാത്രം വിജയിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ആ നടിക്ക് മറ്റുള്ള സിനിമകളിൽ അത് കഥാപാത്രങ്ങൾ യോജിക്കണമെന്നില്ല. എങ്കിൽ പോലും ആ നടിയെ വെച്ചിട്ട് അടുത്ത സിനിമ തുടരെ സിനിമകൾ സംവിധാനം ചെയ്യുന്ന ആ പ്രവണത മലയാള സിനിമയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ മതപരമായി, അതായത് ഇസ്ലാം ഹിന്ദു വിശ്വാസികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതായത് ഹിന്ദുക്കൾക്കാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ധനദേവതയെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഈ ഒരു വിശ്വാസത്തിൽ ഐശ്വര്യലബ്ധിക്കായി തങ്ങളുടെ സംരംഭം വിജയത്തിലെത്താൻ പല നിർമ്മാതാക്കളും വെള്ളിയാഴ്ചയിലൂടെ ഭാഗ്യം പരീക്ഷിക്കുന്നു. അതായത് 1940-60 കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പല പ്രമുഖരും ഇസ്ലാം ഉറുദു മതവിശ്വാസികളായിരുന്നതിനാൽ തങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളി അവർ റിലീസിന് തിരഞ്ഞെടുത്തു. അത് നമുക്ക് രണ്ടാമത്തെ കാരണമായിട്ട് എടുക്കാം. മൂന്നാമത്തേന്ന് വെച്ചാൽ പണ്ടൊക്കെ, ഇപ്പോഴല്ല, ആഴ്ച ശമ്പളം വാങ്ങുന്നവരുടെ പോക്കറ്റ് നിറയുന്ന ദിവസമാണ് വെള്ളി. അന്നൊക്കെ വെള്ളിയാഴ്ച ആയിരുന്നു ആഴ്ച ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ജോലിക്ക് ലഭിച്ച പ്രതിഫലം ആദ്യം വിനോദോപാധിയായി കാണാനാണ് ഓരോ സാധാരണക്കാരും ശ്രമിക്കാറുള്ളത്. അങ്ങനെയുള്ളവരുടെ ചിന്ത ആദ്യം ഉടക്കുന്നത് സിനിമകളിലാകും. ആദ്യ ദിവസത്തെ സെക്കൻഡ് ഷോ റഷ്, അതായത് ആദ്യ സെക്കൻഡ് ഷോയിലുള്ള തിരക്ക് ഇതിനെ സ്വാധീനിക്കുന്നു. പിറകെ വരുന്ന 2 അവധി ദിവസങ്ങൾ ആളുകൾക്ക് സിനിമാ തിയേറ്ററിലേക്ക് പോകാനും കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ജോലിഭാരത്തിൽ നിന്ന് താൽക്കാലിക മുക്തി ലഭിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതര ജോലികളിൽ വ്യാപൃതരാകുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിനങ്ങളിൽ റിലീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശനി ഞായറും അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പാണ് ഈ വെള്ളിയാഴ്ച റിലീസിൻ്റെ മറ്റൊരു ഗുണം. അതുകൂടാതെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്കുകൾ മുടക്കാണല്ലോ. അപ്പം ചിത്രത്തിൻ്റെ കളക്ഷൻ സംബന്ധമായ പല കണക്കുകളും നീക്കുപോക്കുകൾക്കും ഒരു നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ആയിട്ട് കണക്കാക്കപ്പെടുക. തുടരെ വരുന്ന അവധി ദിവസങ്ങൾ പണമിടപാടുകൾക്ക് പരിമിതികൾ ഉള്ളത്, അതായത് ബാങ്ക് അവധി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും തങ്ങളുടെ ഷെയർ പ്രോഫിറ്റ് വിഷയത്തിൽ പല സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് വെള്ളിയാഴ്ച നല്ലതാണ്.
പിന്നെ ഇപ്പോഴിടങ്ങിയാൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നത് വളരെ ഗുണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ മിക്ക യൂട്യൂബറും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ജോലി ഉള്ളവർ ശ്രദ്ധിക്കുന്നത് ഒഴിവ് ദിവസങ്ങളിലാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അവർ ഒരു പുതിയ സിനിമ വന്നു, അപ്പോൾ അവർ ഒന്നില്ല വെള്ളിയാഴ്ച വൈകിട്ടോ സെക്കൻഡ് ഷോയ്ക്കോ പോകും, അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പോകും. അപ്പോൾ അവർക്ക് ഈ റിവ്യൂ കാണാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നെഗറ്റീവ് റിവ്യൂ അവർ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ പോവാതിരിക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമ്പോൾ അവൻ വിചാരിക്കാം പുതിയ സിനിമ വന്ന് നമുക്ക് വെള്ളിയാഴ്ച ഫാമിലിയോടൊപ്പം വെള്ളിയാഴ്ച പോകാം അല്ലെങ്കിൽ ശനിയാഴ്ച പോകാൻ പറയുമ്പോൾ അവന് ഈ റിവ്യൂ കാണാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച റിലീസിന് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനുള്ള സിനിമയെ നമുക്ക് കണ്ടെത്തി ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.